പൂട്ടിയിട്ട കലാലയങ്ങൾ തുറക്കപ്പെടുന്ന ദിവസമാണ് നമ്മുടെ മുന്നിലെത്തി നിൽക്കുന്നത്. ഈ ഒരു സമയത്ത് നമ്മൾ ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളെ മാത്രം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. സ്വാഭാവികമായും മക്കളുടെ പഠനത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുന്നവരും ഏതൊരു സ്ഥാപനത്തിലാണ് അവർക്ക് നല്ല രൂപത്തിലുള്ള പഠനം നേടിയെടുക്കാൻ സാധിക്കുക എന്നതിനെ സംബന്ധിച്ചുള്ള ഗൗരവപരമായ ആലോചനയും നടത്തുന്നവരാണ് ഓരോ രക്ഷിതാക്കൾ. എന്നാൽ ഭൗതികമായി ഇത്രത്തോളം നമ്മൾ ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മക്കളുടെ ആത്മീയമായ പഠനത്തെ സംബന്ധിച്ചുള്ള കൃത്യമായ ആലോചന നമ്മിൽ നടക്കാറുണ്ടോ എന്നത് പരിശോധിക്കപ്പെടേണ്ട ഒരു സംഗതിയാണ്. ഉദാഹരണത്തിന്, നമ്മുടെ ആൺകുട്ടിയാകട്ടെ പെൺകുട്ടികളാകട്ടെ, അവിടെ കൃത്യമായി അധ്യാപകരുണ്ടോ, അവർക്കവിടെ ബാത്റൂം ഉണ്ടോ എന്നുവരെ അന്വേഷിക്കുന്ന രക്ഷിതാക്കളുണ്ട്. എന്നാൽ ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മുടെ കുട്ടികൾക്ക് അവിടെ നമസ്കരിക്കാനുള്ള സൗകര്യമുണ്ടോ? ആൺകുട്ടികൾക്ക് പള്ളിയിൽ പോകാൻ, പെൺകുട്ടികൾക്ക് നമ്മൾ അനുവാദം മേടിച്ച് കൊടുക്കേണ്ട നമസ്കരിക്കാനുള്ള സൗകര്യങ്ങളും സ്ഥലങ്ങളും നമ്മൾ അതിനു വേണ്ടി മുൻകൈ എടുത്തിട്ടുണ്ടോ എന്നത് പരിശോധിക്കേണ്ട ഒരു സംഗതിയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, നമ്മുടെ കലാലയങ്ങളിലെ സിലബസും മറ്റുള്ള കാര്യങ്ങളുമെല്ലാം മാറുന്നു എന്നും അതിനപ്പുറം ചില പുസ്തകങ്ങൾ മാറിയിട്ടുമുണ്ട്. 1, 3, 5, 7, 9 ക്ലാസ്സുകളിലെ പുസ്തകങ്ങൾ കഴിഞ്ഞ വർഷത്തിൽ നിന്ന് മാറി പുതിയ പുസ്തകങ്ങളാണ് നമ്മുടെ മക്കൾക്ക് ഇനി കയ്യിൽ കിട്ടാനിരിക്കുന്നത്. സ്വാഭാവികമായും അതിലെന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ചുള്ള നല്ലൊരു ധാരണ ഓരോ രക്ഷിതാവിനും ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന്, വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട്, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പല ധാർമ്മിക ബോധങ്ങളെയും തകർക്കുന്ന പലതും പുസ്തകത്തിലുണ്ട്. ചരിത്രപരമായി പല വെട്ടിക്കുറക്കലുകളും കൂട്ടിച്ചേർക്കലുകളും പാഠപുസ്തകങ്ങളിൽ കടന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് ശരിയേത് തെറ്റേത് എന്ന് ഒരധ്യാപകൻ ആ പുസ്തകത്തിലുള്ളത് പഠിപ്പിക്കുമ്പോൾ ആ അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം പുസ്തകമാണ് ആ അധ്യാപകന്റെ മുന്നിലുള്ളത്. അതാണ് പഠിപ്പിക്കപ്പെടാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ നമ്മൾ അങ്ങനെയല്ല. നമ്മൾ അവർക്ക് വേർതിരിച്ച് അതിനെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ കൊടുക്കേണ്ടതുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു സംഗതി. പിന്നെയുള്ളത് ജെൻഡർ ന്യൂട്രാലിറ്റിയാണ്. നമ്മൾ വിചാരിച്ച് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുമ്പോൾ ഒരു വേഷത്തിന്റെ വിഷയം മാത്രമാണ്. അതൊരു പെൺകുട്ടി ആൺകുട്ടിയുടെ വേഷം ധരിച്ചാൽ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നവരാണ്. അതൊക്കെ കാലത്തിനനുസരിച്ച് നമ്മളൊക്കെ മാറേണ്ടതില്ലേ? സമത്വമല്ലേ, അവകാശമല്ലേ, സ്വാതന്ത്ര്യമല്ലേ എന്നൊക്കെ പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, അവിടെ തകർക്കപ്പെടുന്ന നമ്മുടെ മതത്തിന്റെ ബോധങ്ങളാണ്. എന്താണ് ഒരു പെൺകുട്ടി ആൺകുട്ടിയുടെ വേഷം ധരിച്ചാൽ, തിരിച്ചും ധരിച്ചാൽ എന്താണ് പ്രശ്നം? ദീനുള്ളവർക്ക് അവിടെ പ്രശ്നമുണ്ട്. ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശപിച്ചിട്ടുണ്ട്. മുതശബ്ബിഹാത്ത്, സാദൃശ്യം വെക്കുന്നത്. അപ്പൊ ഒരാൺകുട്ടി പെൺകുട്ടിയുടെ വേഷം ധരിച്ചാലും പെൺകുട്ടി ആൺകുട്ടിയുടെ വേഷം ധരിച്ചാലും സംഭവിക്കാൻ പോകുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശാപമാണ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് പെൺകുട്ടിയാണോ ആ വേഷത്തിൽ, ഞങ്ങനത്തെ സ്ഥാപനങ്ങളല്ല എങ്കിൽ അവിടുന്ന് മാറ്റലാണ് ഞങ്ങൾ അവിടെ തന്നെ ചേർത്തുള്ള ഒരു വാശിയും വേണ്ട. ആ മാനേജ്മെന്റും ആ സ്കൂളും അതിന്റെ കൈകാര്യകർത്തൃത്വങ്ങളും പറയാണ്, അങ്ങനെയാണ് ഇവിടെ വന്നാൽ മതി പറഞ്ഞാൽ എനിക്ക് അങ്ങനെയാണെന്നല്ല പറയേണ്ടത്. അതിനെതിരെ നിൽക്കലാണ് ഒരു വിശ്വാസിയുടെ മാന്യത എന്നത് നമ്മൾ തിരിച്ചറിയണം. അതേപോലെ നമ്മുടെ മക്കളുടെ കൂട്ടുകാർ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഇന്ന് കലാലയത്തിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ മക്കളെ കൂട്ടിപ്പിടിക്കാൻ പല രാഷ്ട്രീയ സംഘടനകളുണ്ട്. ഒരു മെമ്പർ എന്നതിന്റെ പേര് പറയാൻ കഴിയില്ല. അവർ പറയുന്നത്, മക്കളെ നമുക്കൊരു ജീവിതമേ ഉള്ളൂ, അതുകൊണ്ട് പരമാവധി നമ്മൾ എൻജോയ് ചെയ്ത് നമ്മൾ അടിച്ചു പൊളിച്ച് തീർക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് നമ്മുടെ മക്കളുടെ വികാരത്തെയും ചോരത്തിളപ്പിനെയും ഇളക്കി വിട്ടിട്ട് എല്ലാ അരുതായ്മകൾക്കും വൃത്തികേടുകൾക്കും കൂട്ടുനിൽക്കുന്നവരുണ്ട്. പ്രണയം എന്ന് പറഞ്ഞാൽ അതിരുവരമ്പുകളില്ലാത്തതാണ്.
അതിപ്പോൾ ആണും ആണും തമ്മിലായാലും പെണ്ണും പെണ്ണും തമ്മിലായാലും ആർക്കും എന്തും സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുന്ന ചില നിരീശ്വര നിർമ്മതവാദ പ്രസ്ഥാനങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, സംഘടനകൾ, വിദ്യാർത്ഥി ഘടകങ്ങൾ നമ്മുടെ കലാലയങ്ങൾ നമ്മുടെ കുട്ടികളെ കാത്തിരിക്കുന്നുണ്ട്. നമുക്ക് തിരുത്താൻ കഴിയണം, നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. അവരുടെ കൂട്ടുകെട്ടലുകളെ നമുക്ക് ആ രൂപത്തിൽ മുൻകരുതലോടുകൂടി സ്വീകരിക്കാൻ കഴിയണം. പിന്നെ ഉള്ളത് ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇന്ന് പിടിക്കപ്പെടുന്നതിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളാണ് എന്നത് ഒരിക്കലും സംശയമില്ലാത്തൊരു കാര്യമാണ്. ഇതിനധികം നമ്മുടെ നാടുകളിലെ ടർഫുകൾ കേന്ദ്രീകരിച്ചാണ് ഏറ്റവും കൂടുതൽ ലഹരി കച്ചവടം നടക്കുന്നതെന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറയാണ്. കാരണം രാത്രി കാലങ്ങളിൽ കുട്ടികൾ പോകുന്നു, രക്ഷിതാക്കൾ വിചാരിക്കുന്നവർ കളിക്കാനാണ്. എന്നാൽ കളിയുടെ അപ്പുറത്ത് അവർ ചെന്ന് പെടുന്ന ഇടങ്ങളിൽ അവരെ കാർന്നു തിന്നുന്ന ലഹരിയാണ് അവിടെ ഉള്ളത് എന്നത് നമ്മൾ ശ്രദ്ധയോടുകൂടി കാണേണ്ട മറ്റൊരു സാഹചര്യമാണെന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഭൗതിക വിദ്യാഭ്യാസം, അതിനുവേണ്ടി നമ്മൾ മണിക്കൂറുകൾ ചെലവഴിക്കുമ്പോൾ ആത്മീയപരമായി നമ്മുടെ മക്കൾക്ക് കിട്ടേണ്ടത് നമ്മൾ പറയും അവിടെ ഒരു പീരീഡ് ഇസ്ലാമിക് പീരീഡാണ് അല്ലെ, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 4 പീരീഡ് അവർക്ക് അവിടെ ഇസ്ലാമിന്റെ കാര്യങ്ങളാണ് സ്കൂളിലുള്ളത്. 4 പീരീഡ് ആഴ്ചയിൽ, അല്ലെങ്കിൽ ദിവസത്തിൽ 1 പീരീഡ്. ഇതാണ് നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കേണ്ട മതവിദ്യാഭ്യാസം. ഇതെന്തിനാ പ്രിയപ്പെട്ടവർ നമ്മൾ പറയണമെന്ന് വെച്ചാല് നമ്മൾ ഇന്നോ നാളെയോ മരിക്കും, ഉറപ്പാണ് അല്ലേ. നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി നൽകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ മയ്യത്ത് മുന്നിൽ വെച്ചാൽ നമ്മുടെ ശരീരത്തിന്റെ സയൻസും അല്ലെങ്കിൽ ശരീരത്തിന്റെ അളവും അതൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അവിടെ പറയേണ്ട അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വഅഫിഹി വഅഫു അൻഹു എന്ന പ്രാർത്ഥനയാണ്. ഇത് +1 അറിയില്ലെങ്കിൽ, +2 അറിയില്ലെങ്കിൽ, ഡിഗ്രിക്കാരൻ അറിയില്ലെങ്കിൽ, ഇനി പഠനമൊക്കെ കഴിഞ്ഞ കുട്ടികൾക്കും അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ പിന്നെ എന്തിനാ ഈ മക്കളെ പോറ്റുന്നത്? എന്തിനാ നമ്മുടെ മക്കളെ പോറ്റുന്നത്? കേരളത്തിൽ പല രക്ഷിതാക്കളും മരിച്ചപ്പോൾ മക്കള് ബാത്റൂമിൽ ഒളിച്ചിട്ടുണ്ട് നിസ്കാരത്തിന്റെ സമയത്ത്. അത് വെറുതെ പറയല്ല, നിസ്കാരത്തിന്റെ സമയത്ത് ബാത്റൂമിൽ ഒളിച്ചിരുന്നിട്ടുണ്ട്. എന്തേ കാരണം? അവനെ എങ്ങാനും മുന്നിലേക്ക് ഇമാമത്ത് നിർത്തിക്കഴിഞ്ഞാൽ അവന് നിസ്കരിക്കാൻ അറിയില്ല. അവനോട് തക്ബീർ കെട്ടാൻ വേണ്ടി പറഞ്ഞപ്പോൾ 5ഉം 7ഉം തക്ബീർ കെട്ടിയ കുട്ടികളുണ്ട്. എന്തേ കാരണം? അവർക്ക് പെരുന്നാൾ നമസ്കരിച്ച ഓർമ്മയുള്ളൂ, മയ്യിത്ത് നിസ്കരിച്ച അവർക്ക് അറിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന സന്താനം എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് ഡോക്ടറേറ്റും അതുപോലത്തെങ്കിൽ നിങ്ങളെ അവർ പേടിക്കുന്ന ആ ഹാളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നു എന്നതല്ല. നിങ്ങൾ മരിച്ചാലും നിങ്ങളെ ഓർത്തു പ്രാർത്ഥിക്കുന്ന വവലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ സന്താനങ്ങളാണ് നിങ്ങൾ മരിച്ചാലും നിങ്ങൾക്ക് കിട്ടുന്ന സമ്പത്ത് എന്ന് കൃത്യമായി നമ്മെ പഠിപ്പിച്ചു. സ്നേഹം കൊടുക്കണം മക്കൾക്ക്. നമ്മുടെ ഇടപാടുകൾ, നമ്മുടെ പറച്ചിലുകൾ, നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ വർത്തമാനങ്ങൾ ഇത് ശരിയാകാത്തത് കൊണ്ടാണ് പല മക്കൾക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം എന്ന് മാതാപിതാക്കൾ. എന്തുകൊണ്ടാണ് പെൺകുട്ടികളൊക്കെ ഇറങ്ങിപ്പോകുന്നത്? ഉമ്മയെ പറ്റുന്നില്ല, ഉപ്പയെ പറ്റുന്നില്ല, ഒന്നും തുറന്നു പറയാൻ ആരുമില്ല. അപ്പൊ തുറന്നു പറയാൻ ഒരിടം കിട്ടിയാൽ ആ പെൺകുട്ടി പോകുന്നു. മനസ്സിലാവുണ്ടോ? അവന് സംസാരിക്കാൻ ആരെയും കിട്ടുന്നില്ല, വഴിവിട്ട ബന്ധങ്ങളിലേക്ക് ആ കുട്ടി പോകുന്നു. സാമ്പത്തികമായ വലിയ നഷ്ടങ്ങൾ നമ്മുടെ മക്കൾ കാരണത്താൽ മാതാപിതാക്കൾക്ക് വരുന്നുണ്ട്. നമ്മുടെ ജില്ലയിൽ തന്നെയാണ് ഒരു രക്ഷിതാവിന്റെ 2 ലക്ഷം രൂപ അക്കൗണ്ടിൽ നിന്ന് പോയത്. എന്തേ കാരണം? മകൻ ഗെയിം കളിച്ചതാണ്. തൊട്ടടുത്ത സംസ്ഥാനം തമിഴ്നാട്, അവിടുന്ന് ചില പെൺകുട്ടികൾ നാട് വിട്ടു പോവുകയാണ്. എന്തിനാ? BTS-നെ കാണാൻ കൊറിയയിലേക്ക്. മനസ്സിലാവുണ്ടോ? BTS-നെ കാണാൻ നാട് വിട്ടു പോകുന്നു. എന്തേ കാരണം? ഈ സോഷ്യൽ മീഡിയ നമ്മുടെ മക്കളുടെ മനസ്സിൽ കൊടുത്ത കുറെ വികാരങ്ങളുണ്ട്. അതിനനുസരിച്ച് നമ്മളെ മക്കളുടെ ട്രെൻഡ് മാറുന്നത്, നമ്മൾ കോലം മാറുന്നത്. ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ മക്കളുടെ മുടിയുടെ സൈഡ് ഭാഗമൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് ബാക്കിയുള്ള ഭാഗം പൊക്കി നിർത്തിയതല്ല. മനസ്സിലാവുണ്ടോ? സൈഡൊക്കെ ഇങ്ങനെ പറ്റടിച്ച് ബാക്കിയുള്ള ഭാഗമൊക്കെ നിർത്തിയത് ഒരു സുപ്രഭാതത്തിൽ അവന് തോന്നിയതല്ല. അവൻ കണ്ട സീനുകളിൽ നിന്ന്, രംഗങ്ങളിൽ നിന്ന്, ഫോട്ടോസുകളിൽ നിന്ന്, സെലിബ്രിറ്റികളിൽ നിന്ന് അവനക്ക് തോന്നിയതാണ്. ഇന്ന് നമ്മുടെ പെൺകുട്ടികളുടെ പാൻറ്റൊക്കെ ഇങ്ങനെ കയറിയത്, ആൺകുട്ടികളുടെ പാൻറ് താന്നു, പെൺകുട്ടികളുടെ പാൻറ്റൊക്കെ കയറി. എന്താ കയറിയത്? വെറുതെ കയറിയതല്ല.
ഒരു വാപ്പ തട്ടം മേടിച്ചു കൊടുത്താലും അത് ചുറ്റിയിട്ട് ഒരു കഷ്ടം പോലും താഴത്തേക്ക് ഇറങ്ങാത്ത എന്താണ്? അവർ കാണുന്ന രംഗങ്ങൾ അത് മാത്രമാണ്. നമ്മുടെ മക്കളുടെ ഷർട്ടിന്റെ വലിപ്പം കുറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ? പാപ്പ ഷർട്ട് അടിക്കുമ്പോൾ പറയും ഇവിടെ ഈ കയ്യിന്റെ ഭാഗമൊക്കെ ശരിയാകണം, അതൊന്നും തൂങ്ങാൻ പാടില്ല, ഇറങ്ങാൻ പാടില്ല, കയറാനും പാടില്ല എന്ന് പറയും. മക്കളാണെങ്കിലോ അത് താഴത്തേക്ക് ഇറങ്ങണം, അത് ഇവിടെ ഇറങ്ങണം, എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. എന്താ? അത് സൂപ്പർവൈസർ തോന്നിയതല്ല, അവർ കാണുന്ന രംഗങ്ങൾ അങ്ങനെയാണ്. അവരെ പാന്റിന്റെ വലിപ്പം കൂടി, ഷർട്ടിന്റെ വലിപ്പം കുറഞ്ഞു. ഇതൊന്നും വെറുതല്ല, ഇതൊക്കെ കൊറിയൻ മോഡൽ ഇങ്ങനെ സ്വീകരിച്ച് നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങനെ കൊണ്ടുവരികയാണ്. പാശ്ചാത്യന്റെ ഇപ്പൊ നമ്മൾ നോക്കി, നമ്മുടെ പെൺകുട്ടികൾ പഠിക്കുന്ന ഭാഷ, ജപ്പാനി ഭാഷ പഠിക്കുന്ന കുട്ടികളുണ്ട്, കൊറിയൻ ഭാഷ പഠിക്കുന്ന കുട്ടികളുണ്ട്. മറ്റുള്ള രാജ്യങ്ങളിലെ ഭാഷ പഠിക്കുന്നത് എന്തിനാ? അവിടേക്കൊന്ന് വേഗം ചേക്കേറാൻ, അവിടേക്ക് പോകാൻ. പിന്നെ മാതാവുണ്ടോ പിതാവുണ്ടോ? തോന്നിയതുപോലെ നടക്കാം, എന്തും സ്വാതന്ത്ര്യമാണ്, എങ്ങനെയും കിടക്കാം, ആരുടെ കൂടെയും കിടക്കാം. ഇനി നോക്കി നിങ്ങള്, ഈ കോയമ്പത്തൂരും മറ്റുള്ള പ്രദേശങ്ങളിലൊക്കെ പഠിക്കാൻ വിടുന്ന ഒരാൾ എന്നോട് അനുഭവം പറഞ്ഞതാണ്. ഒരിക്കലും അത്തരത്തിൽ പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ നിങ്ങളുടെ പെൺകുട്ടികളെ ഒരിക്കലും നിങ്ങൾ പറഞ്ഞയച്ച് നിർത്തി പഠിപ്പിക്കരുതെന്നാണ്. മറ്റൊരു ഭാഗം ഉണ്ടാവും, നല്ല വശം ഉണ്ടാവും, അത് ശരിയാണ്. എന്നാൽ ഭൂരിഭാഗം കുട്ടികളും, ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് റൂമിലാണ് താമസം. ആങ്ങളിമങ്ങളൊന്നല്ല, മനസ്സിലാവുണ്ടോ? നിങ്ങൾ ഹൈദരാബാദ് ചെന്ന് നോക്കിയാൽ കാണാം, ബാംഗ്ലൂർ ചെന്ന് നോക്കിയാൽ കാണാം, കോയമ്പത്തൂരും ചെന്നൈയിലും ചെന്ന് നോക്കിയാൽ കാണാം, എറണാകുളത്ത് വരണ്ട് ഒരു റൂമിൽ പരിചയമില്ലാത്ത 2 ആണും പെണ്ണും. മനസ്സിലാവുണ്ടോ? അവിടുന്നാ പരിചയപ്പെടുന്നത്. എവിടെ കിടക്കണത്? ഒരുമിച്ചാ കിടക്കണത്. ഇവിടെ എങ്ങനെയാണ്? അവർ ഹോസ്റ്റലിലാണ്, അവര് പെണ്ണുങ്ങളാണ്, അവർ ആൺകുട്ടികൾ മാത്രമാണ് എന്നൊക്കെ പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, അതൊന്ന് പോയി അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വം മാതാപിതാക്കൾ എന്ന നിലക്ക് നമുക്കുണ്ട്. പിന്നെ എല്ലാം വന്ന് എല്ലാ പ്രശ്നത്തിലും കുടുങ്ങിയിട്ടാണ് മനുഷ്യന്മാർ പരിഹാരം തേടുക. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ കൂടെ ഇപ്പൊ ബാഗ് വാങ്ങുന്ന, പുസ്തകം വാങ്ങുന്ന, ആപ്ലിക്കേഷൻ കൊടുക്കുന്ന എല്ലാ തിരക്കിലാണ് നമ്മളുള്ളത്. അതിന്റെ കൂടെ നമ്മുടെ മദ്രസയും നമ്മുടെ ദീനിയായ സ്ഥാപനങ്ങളിലേക്കും നമ്മുടെ മക്കളെ കൈപിടിച്ചെത്തിക്കാൻ നമ്മുടെ അത്തരത്തിലുള്ള നല്ല കൂട്ടായ്മകൾ ഉണ്ടെങ്കിൽ ആ കൂട്ടായ്മകൾ നമ്മുടെ മക്കളെ കൊണ്ടുപോയി ചെന്ന് ചേർക്കാൻ നമ്മൾ തയ്യാറാകണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ നന്മകൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സാക്ഷിയാക്കുമാറാകട്ടെ. നമ്മെ തേടി വരുന്ന മുസീബത്തുകളെ അള്ളാഹു നമ്മിൽ നിന്ന് വഴിമാറ്റുമാറാകട്ടെ. മറ്റൊരു കാര്യം, നമ്മുടെ മക്കൾ കലാലയത്തിലേക്ക് പോകുമ്പോൾ ഫലസ്തീനിലെ മക്കൾ ഖബറിലേക്കാണ് പോകുന്നത്. ഒരിക്കലും നമ്മൾ മറന്നുകൂടാ. മാസങ്ങൾ കഴിയുമ്പോൾ വിസ്മരിക്കുക എന്നുള്ളത് മനുഷ്യന്റെ ഒരു സ്വഭാവമാണ്. ഒരിക്കലും നമ്മൾ മറന്നുകൂടാ. റഫയിലെയും ഗസയിലെയും ഫലസ്തീനിലെയും ഒക്കെ മക്കൾ അവർ ഖബറിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഒരിക്കലും നമ്മൾ വിസ്മരിക്കാൻ പാടില്ലാത്തതാണ് എന്നുകൂടി ആവർത്തിച്ച് ഓർമ്മപ്പെടുത്താൻ. ഇപ്പൊ സ്റ്റാറ്റസിന്റെ ഒരു പ്രളയം അല്ലെ, സ്റ്റാറ്റസ് ഇട്ടത് കൊണ്ട് അള്ളാന്റെ സഹായം പ്രത്യേകിച്ചൊന്നും കിട്ടാല്ല. മറിച്ച് കൈകൾ ഉയർത്തിക്കഴിഞ്ഞാൽ, ശബ്ദം ഉയർത്തിക്കഴിഞ്ഞാൽ, മനസ്സുയർത്തിക്കഴിഞ്ഞാൽ, അള്ളാഹുവിലേക്ക് നമ്മൾ കണ്ണുയർത്തിക്കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, അതാണ് പരിഗണിക്കപ്പെടുക എന്നത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലുള്ള സഹായം നമ്മുടെ സഹോദരങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നിർഭയത്വം നൽകുമാറാകട്ടെ, സമാധാനം നൽകുമാറാകട്ടെ. നഷ്ടപ്പെട്ടതിനേക്കാൾ ഉത്തമമായ സ്ഥാനവും പദവിയും അള്ളാഹുവർക്കെല്ലാം കൊടുക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതിക ദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. صلى الله على نبينا محمد وعلى آله وصحبه أجمعين. أقم الصلاة.